വേദവിചാരമെന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവായ ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് വേദവിചാരം എന്ന ഈ പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് വരുവാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങൾക്ക് ആത്മീയമായി ദൈവകൃപയെ വളരുവാൻ, അങ്ങേലുള്ള വിശ്വാസത്തിൽ, അങ്ങേലുള്ള സ്നേഹത്തിൽ വളരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലഹീന നടിയനെയും തിരുസിനെ സമർപ്പിക്കുന്നു. ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമെന്ന് യേശുനാഥ് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി 2 ദിനവൃത്താന്തം 26 അധ്യായം 5 തിരുവചനം. 2 Chronicles chapter 26 verse 5. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനെ അനുഗ്രഹിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. മനുഷ്യന് അവൻ്റെ നന്മ മാത്രം കാക്ഷിക്കുന്ന ദൈവം മനുഷ്യൻ എപ്പോഴും അഭിവൃദ്ധിയുള്ളവനായി, സന്തോഷമുള്ളവനായി ജീവിക്കുവാൻ എപ്പോഴും ദൈവം ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഇത് സാധ്യമാകുവാൻ ഒരു കാര്യം മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവകൃപയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോഴാണ്, ദൈവത്തെ അനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുസ്യൂതം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇസ്രായേൽ ജനതയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ, ഇസ്രായേൽ ജനത രാജ്യഭരണകാലത്തായിരുന്നപ്പോൾ ആ രാജാവ് അവർക്കുണ്ടായിരുന്നിട്ടും അവിടെ പ്രവാചകന്മാരെ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നാം ശൗലിൻ്റെ ചരിത്രം നോക്കിയാൽ, ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ശൗലിൻ്റെ രാജ്യഭരണത്തിൽ ശമൂവേൽ എന്നൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവന് ഉപദേശം നൽകിയിരുന്നു എന്ന് നാം കാണുന്നു. വീണ്ടും നാം ദാവീദിലേക്ക് വരുമ്പോഴും അപ്രകാരം ശമൂവേൽ തന്നെ പ്രവാചകനായി ദാവീദിൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് ഇസ്രായേൽ ജനത ദാവീദിൻ്റെ കാലശേഷം തൻ്റെ മകനായ ശലോമോന് ശേഷം ഈ രാജ്യം 2 വിഭജിക്കപ്പെടുന്നതായി. 2 ഗോത്രങ്ങളുള്ള യഹൂദയും 10 ഗോത്രങ്ങളുള്ള ഇസ്രയേലും എന്ന് 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെയും രാജാക്കന്മാർ ഭരിക്കുമ്പോൾ പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കൾ ഒക്കെയും ദർശകന്മാരൊക്കെയും അവിടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്തിന് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ദൈവത്തിൻ്റെ ജനം ദൈവത്തെ അനുസരിച്ചും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാനും കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ അരുളപ്പാടുകൾ പ്രവാചകന്മാരിലൂടെ, ദൈവപുരുഷന്മാരിലൂടെ ഈ രാജാക്കന്മാർക്ക് നൽകിയിരുന്നു. ആ ഉപദേശം അനുസരിച്ചവർ ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന് അഭിവൃദ്ധിയും നന്മയും കൈവരിക്കുന്നതായിട്ടൊക്കെയും തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇസ്രായേലിനെ രാജഭരണകാലത്തിൽ അനേക രാജാക്കന്മാർ ദൈവത്തെ മറന്ന് ജീവിച്ചിരുന്നവരായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാജാവായിരുന്നു ഊസിയാവ്. 52 വർഷക്കാലം രാജ്യഭരണം നടത്തിയിരുന്ന യഹൂദ രാജാവായിരുന്ന ഊസിയാവ് കേവലം 16 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് രാജ്യഭരണത്തിലേക്ക് തൻ്റെ പിതാവായ അമസ്യാവിൻ്റെ മരണശേഷം രാജ്യഭരണത്തിലേക്ക് കടന്നു വന്നത്. വളരെ ചെറുപ്പത്തിൽ 16 വയസ്സ് പ്രായമുള്ളപ്പോൾ വലിയ ഒരു ചുമതല ഏറ്റെടുക്കേണ്ടി വന്ന ഊസിയാവ് ദൈവഭയത്തിൽ ജീവിച്ചിരുന്ന രാജാവായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 52 വർഷക്കാലം യഹൂദ രാജാവായിരുന്ന ഊസിയാവിൻ്റെ ജീവിതത്തിൽ അവനെ ഉപദേശിക്കുവാൻ തക്കവണ്ണം
സെഖര്യാവ് എന്നൊരു ഉപദേശകൻ അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. മാത്രമല്ല നാം ഇവിടെ വായിക്കുകയാണ്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അപ്പോൾ സെഖര്യാവിൻ്റെ കാലത്ത് അവന് ഉപദേശം നൽകിക്കൊണ്ടിരുന്ന പ്രവാചകൻ ഉണ്ടായിരുന്ന കാലയളവിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ പരിണത ഫലം എന്താണ്? തുടർന്ന് നാം വായിക്കുകയാണ്, അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവന് ലഭ്യമായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ തൊക്കെ കഴിയും. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതുവഴി സകലതും കൂട്ടിച്ചേർക്കാം എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെയും എപ്പോഴും നമുക്ക് നൽകുവാൻ നമ്മുടെ നന്മ മാത്രം കാംക്ഷിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവകൃപയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് അത് നമുക്ക് സാധ്യമാകുന്നത്. പലപ്പോഴും ലോകത്തിൻ്റെ പല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവഭയത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യവും നമ്മളിൽ ഉണ്ടാകാതെ ദൈവഭയത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ലഭ്യമായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ദൈവത്തെ ഭയന്ന് ദൈവകൃപയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നത്? അതിന് നമ്മെ ആത്മീയമായി ഉപദേശിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നൽകുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനേകരെ ദൈവം നമുക്കായി ഒരുക്കും. അല്ലെങ്കിൽ അപ്രകാരം ഒരു സാഹചര്യം അല്ല എങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനം നമ്മെ എപ്പോഴും ഉപദേശിക്കും. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മത് വായിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കുമ്പോൾ ദൈവഹിതത്തിന് വിപരീതമായ ഒരു കാര്യവും നമ്മളിൽ ഉണ്ടാകാതെ മുമ്പോട്ട് പോകാൻ തക്കോണം നമുക്ക് കഴിയും എന്ന് നാം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഊസിയാവ് രാജാവ് നാം തുടർന്നുള്ള തിരുവചനത്തിലൊക്കെയും വായിക്കുന്നുണ്ട്, അവനെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നു. ഊസിയാവ് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രാജ്യഭരണം തുടങ്ങുമ്പോൾ മുതലല്ല, അതിനു മുമ്പും ഇപ്രകാരം അവൻ്റെ പിതാവായ അമസ്യാവ് യഹൂദ രാജാവായി ഭരിക്കുമ്പോഴും അദ്ദേഹത്തെ ഉപദേശിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പ്രവാചകനെയൊക്കെയും ദൈവം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 25-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം നാം വായിക്കുകയാണ്, അവൻ യഹോവയുടെ ദൃഷ്ടിയിൽ ശരിയായത് ചെയ്തു, എന്നാൽ ഏകാഗ്ര ഹൃദയത്തോടെ ആയിരുന്നില്ല. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് അല്ലെങ്കിൽ ദൈവത്തിന് ശരിയായിട്ട് ഉള്ള കാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഊസിയ രാജാവിൻ്റെ പിതാവായ അമസ്യാവ്. പക്ഷെ ഒരു കുഴപ്പം മാത്രം, ഏകാഗ്ര ഹൃദയം അവനുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ ഒരു ചഞ്ചല ഹൃദയൻ ഉള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ അത് പൂർണ്ണമായും ആ ഉപദേശത്തെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. നാം 7-ാമത്തെ തിരുവചനം 25-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം വായിക്കുന്നു, എന്നാൽ ഒരു ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്നു, രാജാവേ, ഇസ്രായേലിൻ്റെ സൈന്യം നിന്നോട് കൂടെ വരരുത്, കാരണം യഹോവ ഇസ്രായേലിനോട് കൂടെ ഇല്ല, ഈ എഫ്രൈമ്യരിൽ ആരുടെയും കൂടെ ഇല്ല. അമസ്യാവ് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് 1,00,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് വാങ്ങുകയാണ്. നാം അത് വായിക്കുന്നുണ്ട് 25-ാം അധ്യായത്തിന് 6-ാം വാക്യം, അവൻ ഇസ്രായേലിൽ നിന്ന് 1,00,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്കെടുത്തു. അപ്പോൾ തൻ്റെ രാജ്യത്തുണ്ടായിരുന്ന ഭടന്മാരുടെ കൂടെ ഇസ്രായേൽ മറ്റൊരു രാജ്യം, അവിടെയുള്ള സൈന്യത്തിൽ നിന്ന് 1,00,000 പേരെ കൂടി അവൻ 10 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്കെടുക്കുകയാണ്. എന്നിട്ട് ഒരു വലിയ സമൂഹമായി ഇപ്പോൾ അവനെ യുദ്ധം ചെയ്യുവാൻ, അവൻ്റെ പടയാളികൾ കൂടാതെ ഇസ്രായേലിൽ നിന്ന് 1,00,000 പടയാളികൾ കൂടി യുദ്ധം ചെയ്യുവാൻ അവൻ തയ്യാറെടുക്കുമ്പോഴാണ്
ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ദൈവപുരുഷൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, രാജാവേ, ഇസ്രയേലിൻ്റെ സൈന്യം നിന്നോട് കൂടെ വരരുത്. കാരണം യഹോവ ഇസ്രയേലിനോട് കൂടെ ഇല്ല, ഈ എഫ്രൈമ്യരിൽ ആരുടെയും കൂടെ ഇല്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കുക, അല്ലെങ്കിൽ ദൈവം നിന്നെ ശത്രുവിൻ്റെ മുമ്പിൽ വീഴ്ത്തിയേക്കും. സഹായിക്കുവാനും വീഴ്ത്തുവാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ. അപ്പോൾ ഇത്രയും വലിയ സൈന്യം നിനക്കുണ്ട്, ശരി. പക്ഷേ നിന്നോടുകൂടെ പോരുവാൻ ഈ 1,00,000 ഇസ്രയേൽ സൈന്യത്തെ നീ തിരഞ്ഞെടുത്തു. പക്ഷെ അവരോടുകൂടെ ദൈവമില്ലാത്തതുകൊണ്ട് നീ ഈ യുദ്ധത്തിൽ തോൽക്കും. അതുകൊണ്ട് അതിൽ നിന്ന് നീ പിന്തിരിയണം. അപ്പോൾ 100 വെള്ളിക്കാശ് കൊടുത്ത് കൂലിക്കെടുത്തിരിക്കുകയാണ്. അവൻ്റെ പണം നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ടവൻ ചോദിക്കുകയാണ്. 9-ാം വാക്യം, അമസ്യാവ് ദൈവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രയേൽ സൈന്യത്തിന് കൊടുത്ത 100 താലന്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ 100 താലന്ത് അവന് നഷ്ടപ്പെടും, കാരണം അവർ തിരികെ നൽകിയില്ല. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അവൻ പറയുകയാണ്, അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് നൽകുവാൻ യഹോവയ്ക്ക് കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നിൻ്റെ നഷ്ടപ്പെട്ട 100 താലന്ത് അതിനേക്കാൾ ഉപരി നിൻ്റെ ദൈവത്തിന് നിനക്ക് നൽകുവാൻ കഴിയും. മാത്രമല്ല, ഈ 100 താലന്ത് പോകുമല്ലോ എന്ന് നീ കരുതി ഈ 1,00,000 ആളുകളുമായി ഇസ്രയേൽ സൈന്യവുമായി നീ മുമ്പോട്ട് പോയാൽ നിനക്ക് സംഭവിക്കുവാൻ പോകുന്നത് അതിലും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ദൈവത്തിന് ഇത് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് 100 താലന്തല്ല അതിലും അധികം നിനക്ക് നൽകുവാൻ തക്കോണം കഴിയും. നമുക്കറിയാം, ഒരു യുദ്ധം ചെയ്യുമ്പോൾ ശത്രു സൈന്യത്തെ തോൽപ്പിക്കുക മാത്രമല്ല, അവരുടെ എല്ലാം കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1,00,000 സൈന്യവും ഇസ്രയേൽ സൈന്യത്തെ കൂട്ടി യുദ്ധം ചെയ്ത് ആ യുദ്ധം തോൽക്കുകയാണെങ്കിൽ ഇവരുടെ എല്ലാം നഷ്ടപ്പെടും. മറിച്ച് യുദ്ധം ജയിക്കുവാണെങ്കിൽ ശത്രുവിൻ്റെ ഒക്കെയും കൊള്ളയടിക്കുവാൻ തക്കോണം ഇവർക്ക് കഴിയും. അപ്പോൾ 100 താലന്ത് എന്നുള്ള പറയുന്നത് ഒരു വലിയ തുക, അല്ലെങ്കിൽ അത് നഷ്ടമായിട്ട് നീ കണക്കാക്കണ്ട എന്ന് പ്രവാചകൻ അവനോട് പറയുമ്പോൾ അതവൻ അനുസരിക്കുന്നതായിട്ട് നാം കാണുകയാണ്. നാം 10-ാം വാക്യത്തിൽ വായിക്കുന്നു, അങ്ങനെ അമസ്യാവ് അവരെ എഫ്രൈമിൽ നിന്ന് അവൻ്റെ അടുക്കൽ വന്ന സൈന്യത്തെ അവരുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടതിനായി വേർതിരിച്ചു. അവരെ തിരിച്ച് അയക്കുകയാണ്. എന്നിട്ട് അവൻ യുദ്ധത്തിന് പോയി യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുന്നതായിട്ട് 11-ഉം 12-ഉം തിരുവനന്തപുരത്ത് നിന്നും വായിക്കുകയാണ്. അനന്തരം അമസ്യാവ് ധൈര്യം ആർജിച്ച് തൻ്റെ സൈന്യത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പ് താഴ്വരയിൽ ചെന്ന് സേയീരിൽ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 10,000 പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ചു പാറയുടെ മുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്കെറിഞ്ഞു. അവരെല്ലാവരും തകർന്നുപോയി. അങ്ങനെ ആ ശത്രുവിനെ അവർ തോൽപ്പിക്കുകയും 13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ പ്രവാചകനെ അയച്ചത് ദൈവമാണ്. അമസ്യാവ് തോൽക്കാതിരിക്കുവാൻ തക്കോണം, അവന് ജയം നൽകുവാൻ തക്കോണം, അവൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച കാര്യങ്ങളിൽ അവന് ജയം ലഭിക്കുകയില്ല. അതുകൊണ്ട് പ്രവാചകനെ അയച്ച് നീ ഈ 1,00,000 ആളുകളെ കൂടെ കൊണ്ടുപോകരുതെന്ന് പറയുമ്പോൾ അവൻ അതനുസരിച്ച് അതവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണുവാൻ കഴിയും. ആദ്യം സൂചിപ്പിച്ചതുപോലെ യുദ്ധം ചെയ്ത് ജയിക്കുമ്പോൾ ശത്രുവിൻ്റെ കൊള്ളകളൊക്കെയും കൊള്ളയടിക്കുവാൻ തക്കോണം അവന് കഴിയും. മറിച്ച് തോൽക്കുകയാണെങ്കിൽ അവനുള്ളതൊക്കെയും നഷ്ടമാവുകയും ചെയ്യും. മാത്രമല്ല, ജീവൻ പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ദൈവപുരുഷൻ്റെ, പ്രവാചകൻ്റെ, ദൈവം അയച്ച ഈ ദൈവപുരുഷൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അവന് അനുഗ്രഹം ലഭിക്കുന്നതായിട്ട് നാം കാണുകയാണ്. തുടർന്ന് നാം താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, എന്നാൽ അമസ്യാവ് ഏദോമിരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സേയീരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി പ്രതിഷ്ഠിച്ച് അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അപ്പോൾ ഈ ശത്രുവിനെ തോൽപ്പിച്ചു, അവിടുന്ന് കൊള്ളയൊക്കെയും അവന് സംഭരിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ആദ്യ കൽപ്പന, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് ദൈവം കൽപ്പിച്ച കൽപ്പനാ ലംഘനം അവനോട് നടത്തുകയാണ്. എന്താണ്? അവന് സേയീരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി പ്രതിഷ്ഠിച്ച് അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. നാം
അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ ഏകാഗ്ര ഹൃദയം ഉള്ളവനായിരുന്നില്ല എന്ന് നാം വായിക്കുകയുണ്ടായി. അപ്പോൾ ഒരുപക്ഷെ ആരെങ്കിലും അവനെ വശീകരിച്ചിട്ടുണ്ടാകാം. എന്തായിരുന്നാലും സത്യദൈവത്തെ ആരാധിക്കുവാൻ മാത്രം ദൈവം കൽപ്പിച്ചിട്ടുള്ള ആ വലിയ ഉടമ്പടി അവനോട് ലംഘിക്കുകയാണ്. ആദ്യത്തെ കൽപ്പനയായ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ കൽപ്പനാ ലംഘനം അവനവിടെ നടത്തുന്നതായിട്ട് നാം കാണുകയാണ്. അതിൻ്റെ ഫലം അടുത്ത തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന് നേരെ ജ്വലിച്ചു. അവനൊരു പ്രവാചകനെ അവൻ്റെ അടുക്കൽ അയച്ചു. നിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്തിന് എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ നീ യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നുപോയി നിനക്കെതിരെ യുദ്ധം ചെയ്തിരുന്ന രാജ്യത്തിൻ്റെ ദേവന്മാർ അവർക്ക് അവരെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു ദേവനെ നീ എന്തിനന്വേഷിക്കുവാൻ പോയി എന്ന് ദൈവകോപം അവൻ്റെ മേലുണ്ടാകുകയാണ്. എന്നിട്ടും ദൈവം അവനെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ മനംതിരിവിനു വേണ്ടി അവൻ്റെ കുറവുകളെ അവൻ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാനായിട്ട് ദൈവം മറ്റൊരു പ്രവാചകനെ അവൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. 16-ാമത്തെ തിരുവചനം. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവായി ഉപദേഷ്ടാവാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരു പ്രവാചകനെ അവൻ്റെ അടുക്കിലേക്ക് അയച്ച് അവനോട് പറയുകയാണ്, നീ എന്തിനാണിത് ചെയ്തത്? അവന് മനസ്തപിക്കാം, അവൻ അനുതപിക്കാം, ചെയ്ത തെറ്റുകളെക്കുറിച്ച് അവൻ ഏറ്റുപറയാം. അതിന് പകരം എന്താണ് അവൻ ചെയ്യുന്നത്? ഈ പ്രവാചകനെതിരെ അവൻ സംസാരിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞങ്ങൾ നിന്നെ രാജാവിന് ഉപദേഷ്ടാവായി വെച്ചിട്ടുണ്ടോ? നിർത്തൂ, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അവനെ കൊല്ലുമെന്നുള്ള വധഭീഷണി പോലും ആ പ്രവാചകനെതിരെ ഉയർത്തുന്ന അമസ്യാവിനെ നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയും. എന്നിട്ട് തുടർന്ന് നാം വായിക്കുകയാണ്, പ്രവാചകൻ മതിയാക്കിയെങ്കിലും നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നുകൂടി അവൻ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, അവനെ കൊല്ലുമെന്നുള്ള ഒരു വലിയ കൊലവിളി അവിടെ നടത്തുമ്പോഴും അവൻ പറയുകയാണ്, നീ എൻ്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോഴൊരു താക്കീതുകൂടി അവന് നൽകുകയാണ്. എന്നിട്ട് അവൻ മടങ്ങിപ്പോകുന്നതായിട്ട് നാം കാണുന്നു. തുടർന്ന് താഴോട്ട് നാം വരുമ്പോൾ 17-ാം വാക്യം. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് തൻ്റെ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച ശേഷം ഇസ്രായേൽ രാജാവായ യേഹൂവിൻ്റെ മകനായ യഹോവാസിൻ്റെ മകനായ യോവാശിൻ്റെ അടുക്കൽ ആളയച്ചു, വരിക, നമുക്ക് തമ്മിൽ നേരിട്ട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് അവരുടെ ഇടയിൽ ദൈവമില്ല എന്ന് പ്രവാചകൻ അവനോട് പറഞ്ഞിരുന്ന കാര്യം അവൻ ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഇതൊരു നല്ല അവസരമാണ്. കാരണം ഒരു സൈന്യത്തെ അവൻ തോൽപ്പിച്ചു, ഒരു രാജ്യത്തെ അവൻ തോൽപ്പിച്ചു. ഇനി ഇസ്രായേൽ ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്ത് അവരെയും തോൽപ്പിക്കാം, അവൻ്റെ സ്വന്തം ബുദ്ധിയിൽ അവൻ ആശ്രയിച്ച്. കാരണം അവരോടൊപ്പം ദൈവമില്ല എന്ന് ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഇവനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കടന്നുപോയി അവരോട് യുദ്ധം ചെയ്യാം. അവനെതിരെ ആളയച്ച് പറയുകയാണ്, നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യാം. അതിന് ഇസ്രായേൽ രാജാവായ യോവാശ് യഹൂദ രാജാവ് അമസ്യാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചത്, ലെബനോനിലെ ഒരു മുൾച്ചെടി ലെബനോനിലെ ദേവദാരുവിൻ്റെ അടുക്കൽ ആളയച്ചു, നിൻ്റെ മകളെ എൻ്റെ മകന് ഭാര്യയായി തരിക എന്ന് പറയിച്ചു. എന്നാൽ ലെബനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു വന്ന് മുൾച്ചെടിയെ ചവിട്ടിക്കളഞ്ഞു. ഏദോമിരെ തോൽപ്പിച്ചുവെന്ന് നീ വമ്പ് പറയുവാൻ തക്കോണം നിൻ്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക, നീയും യഹൂദായും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? ഇസ്രായേൽ രാജാവ് പറയുകയാണ്, എന്തിനാണ് നീ ഈ അനർത്ഥത്തിൽ ഇടപെടുവാൻ തക്കവണ്ണം നീ ശ്രമിക്കുന്നത്? നിൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം കയറിയിരിക്കുന്നു. ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നിനക്ക് വിജയം നൽകി. എന്നാൽ ഇവിടെ അവൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം കടന്നു വന്നപ്പോൾ ദൈവശബ്ദത്തെ അനുസരിക്കുവാൻ അവന് കഴിയുന്നില്ല. ദൈവത്തിൻ്റെ പ്രവാചകനെ കേൾക്കുവാൻ അവന് കഴിയുന്നില്ല. അവൻ്റെ സ്വന്തം ഉപദേഷ്ടാക്കളോട് ആലോചിച്ച ശേഷം ഇസ്രായേൽ ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാനും കടന്നു പോകുന്നതും അത് അവന് വലിയ തോൽവി മാത്രമല്ല, ഇസ്രായേലിനോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം നാം ഇവിടെ കാണുകയാണ്. നാം അത് 22-ാമത്തെ തിരുവചനത്തിൽ വായിക്കുകയാണ്. യഹൂദ ഇസ്രായേലിനോട് പരാജയപ്പെട്ട് ഓരോരുത്തരും അവനവൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ദയനീയമായൊരു പരാജയം അമസ്യാവിന് ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്.
അപ്പോൾ ഈ സംഭവങ്ങൾ തീർച്ചയായിട്ടും അമസ്യാവിൻ്റെ മകനായ ഊസ്യാവിന് അറിയാം. പിതാവിൻ്റെ രാജ്യ ഭരണകാലത്ത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ, പ്രവാചകന്മാർ അല്ലെങ്കിൽ ദൈവപുരുഷന്മാരൊക്കെയും അവനെ നയിച്ചിരുന്നതും അതനുസരിച്ചപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹങ്ങളും അനുസരിക്കാതെ മറുതലിച്ചപ്പോൾ നേരിട്ട പരാജയങ്ങളും നന്നായി അറിയാമായിരുന്ന ഊസ്യാവ് രാജ്യഭരണം ഏറ്റെടുത്ത് പ്രവാചകനെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതായിട്ടാണ് 26-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ദൈവഭയത്തിൽ തന്നെ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ സെഖര്യാവിൻ്റെ ആയുഷ്കാലം കഴിയുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. കാരണം സെഖര്യാവ് ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിച്ചെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് അവൻ്റെ രാജ്യഭരണത്തിൽ നല്ലൊരു ഭാഗവും ദൈവഭയത്തിൽ അവൻ ജീവിച്ചതും ദൈവിക അനുഗ്രഹങ്ങൾ അവൻ പ്രാപിച്ചതും നമുക്ക് കാണുവാൻ തൊക്കൊണ്ട് കഴിയും. തുടർന്നുള്ള തിരുവചനത്തിൽ അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയും വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോയി. ഒരുപക്ഷെ സെഖര്യാവിൻ്റെ ജീവിതത്തിൽ നിന്നും നീക്കപ്പെടുകയാണ്, മരണമടഞ്ഞ് പോയിട്ടുണ്ടാകാം. പിന്നീട് അവനെ ഉപദേശിക്കുവാൻ തൊക്കവണ്ണം ആരുമില്ലാത്ത ഒരു സാഹചര്യം ഒരുപക്ഷെ ഇവന് കടന്നു വന്നിട്ടുണ്ട്. അതായത് ഊസ്യാവിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. 16-ാമത്തെ വാക്യം, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു. അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവൻ സമ്പന്നനായി, അവൻ ബലവാനായി, അവൻ്റെ കീർത്തി ആ പ്രദേശമൊക്കെയും വ്യാപിച്ചു. അപ്പോൾ ഇപ്രകാരം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിച്ചിരുന്നിടത്തോളം കാലം ദൈവം അവന് അനുഗ്രഹം നൽകുകയാണ്. 26-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം വായിക്കുകയാണ്, അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിക്കുവാൻ ഗോപുരങ്ങളും കൊത്തളങ്ങളുടെയും മുകളിൽ വയ്ക്കേണ്ടതിന് കൗശലപ്പണിക്കാർ രൂപകൽപ്പന ചെയ്ത യന്ത്രങ്ങൾ യെരൂശലേമിൽ ഉണ്ടാക്കിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഹായം അത്ഭുതകരമായി അവന് ലഭിച്ചതുകൊണ്ട് അവൻ്റെ കീർത്തി ബഹുദൂരം വ്യാപിച്ചു. അപ്പോൾ അത് സമീപ രാജ്യങ്ങളിൽ മാത്രമല്ല, ബഹുദൂരം ഇവൻ്റെ കീർത്തി വ്യാപിക്കുകയാണ്. എല്ലാവരും ഇവനെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം അവനോടുകൂടെ ദൈവമുണ്ട്. ദൈവത്തെ ഭയന്നവൻ രാജ്യഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ പ്രബലനായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 16-ാം വാക്യത്തിൽ നാം വായിച്ചു, അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. ദൈവം കൊടുത്തിട്ടുള്ള നന്മകൾ കാരണം അവൻ പ്രസക്തി നേടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിക്കുകയാണ്. തൻ്റെ പിതാവിനുണ്ടായിരുന്ന അതേ സാഹചര്യം ഊസ്യാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. അതിൻ്റെ ഫലമായി ആ ഹൃദയത്തിൽ അവന് നിഗളം ഉണ്ടാകുമ്പോൾ അവൻ ധൂപപീഠത്തിൽ ധൂപം കാട്ടുവാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ധൂപം കാട്ടുന്നത് പുരോഹിതന്മാർക്ക് മാത്രമായിട്ടുള്ള ചുമതലയാണ്. അവർ ചെയ്യേണ്ട ചുമതല ഇവൻ ഏറ്റെടുക്കുകയാണ്. കാരണം അവൻ ചിന്തിച്ചുകൊണ്ടാണ്, ഞാൻ രാജാവാണ്, എന്നേക്കാൾ ഉപരിയായിട്ട് ഈ രാജ്യത്ത് മറ്റാരുമില്ല. അങ്ങനെ ധൂപം കാട്ടുവാൻ അവൻ കടന്നു പോകുമ്പോൾ പുരോഹിതന്മാർ അവനെ വിലക്കുന്നതായിട്ട് നാം കാണുകയാണ്. 17-ാം വാക്യം, അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളെ യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്തു ചെന്ന് ഊസ്യ രാജാവിനെ തടുത്തുകൊണ്ട് അവനോട്, ഊസ്യാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്ന നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യനായ പുരോഹിതന്മാരത്രേ അത് ചെയ്യേണ്ടത്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ അവനെ വിലക്കുകയാണ്. നീ ഇത് ചെയ്യരുത്. ഇത് ദൈവത്തിന് അഹിതമായിട്ടുള്ള കാര്യമാണ്. ഇതിനായി വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തിരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. നീ അതുകൊണ്ട് ഈ ധൂപം കാട്ടുവാൻ ധൂപപീഠത്തിൽ പ്രവേശിക്കുവാൻ പോലും നിനക്ക് അധികാരമില്ല
എന്നവൻ പറയുമ്പോൾ അവൻ്റെ ഹൃദയം അഹങ്കാരം കൊണ്ട് നാം വായിക്കുകയാണ് 19 വാക്യം, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് ഊസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അപ്പോൾ ആ ഹൃദയത്തിലുള്ള അഹങ്കാരം ഈ പുരോഹിതന്മാരോട് അവൻ കോപിക്കുകയാണ്. നിങ്ങൾ ആരാണ് എന്നോട് ഇത് പറയുവാൻ? ഞാൻ രാജാവാണ് എന്നുള്ള അഹങ്കാരം അവൻ്റെ ഹൃദയത്തിൽ വരികയാണ്. അവിടെ വെച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുന്നതായിട്ട് നാം കാണുകയാണ്. ഒരു കുഷ്ഠരോഗിയെ തൊടുന്നതും മരിച്ച ശവത്തെ തൊടുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലയളവിൽ ഈ രാജാവിനെ അവിടെ നിന്ന് ഉടനെ നീക്കം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു. മാത്രമല്ല, തുടർന്ന് നാം അവിടെ വായിക്കുകയാണ് 20 വാക്യം, മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാർ അവനെ നോക്കി അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണത്തിൽ അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ദണ്ഡിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവനും പുറത്തു പോകുവാൻ തിടുക്കം കാണിച്ചു. എന്നിട്ട് അവൻ തുടർന്ന് നാം വായിക്കുമ്പോൾ 23 വാക്യം, ഉസ്യാവ് അവൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ രാജാക്കന്മാരുടെ കല്ലറകൾക്കടുത്തുള്ള അവരുടെ ശ്മശാന ഭൂമിയിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. സാധാരണഗതിയിൽ പിതാക്കന്മാരുടെ കല്ലറയിലാണ് അവരെ അടക്കിയിരുന്നത്. എന്നാൽ കുഷ്ഠം ബാധിച്ചതുമൂലം മറ്റൊരു കല്ലറ അല്ലെങ്കിൽ അതിനടുത്ത് അവനെ അടക്കം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ വായിക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിച്ചും ദൈവത്തെ ഭയപ്പെട്ടും നാം ജീവിക്കുന്നിടത്തോളം കാലം ദൈവിക അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ നന്മ മാത്രമാണ് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് ലഭിച്ച നന്മയിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ഹൃദയം ഒരിക്കലും അഹങ്കരിക്കുവാൻ, ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയരുത്. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകൾ ഈ 2 രാജാക്കന്മാരുടെ ജീവിതത്തിലൂടെ നാം കാണുകയാണ്. അവരുടെ അവസാനം വളരെ ദയനീയമായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയിൽ ജീവിച്ചിരുന്ന ഈ രാജാക്കന്മാർ, അവരുടെ അവസാനം എത്രയോ ദയനീയമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗവും നാം ജീവിച്ചിട്ട് ഹൃദയത്തിൽ അഹങ്കാരം വന്നാൽ, ദൈവത്തോടൊപ്പം ആയിരുന്ന മാലാഖമാർക്ക് ഉണ്ടായ അതേ അഹങ്കാരത്താൽ അവർ എങ്ങനെ സ്വർഗോന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വെട്ടേറ്റ് വീണതുപോ അതുപോലെ നമുക്കും സംഭവിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എളിമയുള്ളവരായി, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്തയിൽ ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.